നമ്മുടെ അഞ്ചാമത്തെ എക്സ്പെരിമെൻ്റാണ് ഈ സോഷ്യോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യോമെട്രി യൂഷ്വലായിട്ട് യൂസ് ചെയ്യുക ഒരു ഗ്രൂപ്പിലൊരു സെലക്ഷനൊക്കെ നടക്കുന്ന സമയത്താണ് ഈ സോഷ്യോമെട്രി യൂഷ്വലി യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഒരു 6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് വന്ന് ഒരു ലീഡറിനെ സെലക്ട് ചെയ്യണം. അപ്പം അങ്ങനെ ആ 6 പേര് ABCDEF ഉള്ളവരാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ലോട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് അവരുടെ പ്രിഫറൻസ് ഈ 5 പേരുടെ ഇപ്പോൾ എക്ക് ലോട്ട് കൊടുത്തിട്ട് എക്ക് 6 പേരുണ്ടല്ലോ മൊത്തം, അപ്പോൾ എക്ക് 5 ലോട്ട്സാണ് അവിടെ കൊടുക്കുക. എക്ക് ബീനെ വേണമെങ്കിൽ പോസിറ്റീവ് മോസ്റ്റ് പ്രിഫറബിളി ലീഡർ ആവാൻ ഉദ്ദേശിക്കുന്ന പേഴ്സണായിട്ടാണെങ്കിൽ പോസിറ്റീവ് എന്നോ, അല്ലെങ്കിൽ അപ്പം സിക്ക് കൊടുക്കുന്ന നെഗറ്റീവ് ആണെങ്കിൽ സി എന്ന് പറഞ്ഞിട്ടാണ് ലീസ്റ്റ് പ്രിഫറബിൾ പേഴ്സണായിട്ട്. ഓക്കെ, നെഗറ്റീവ്. ആൻഡ് ഡിക്ക് കൊടുക്കുകയാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണ് മോഡറേറ്റ്ലി പ്രിഫറബിൾ ആണെന്ന്. ഇക്കും നമ്മൾ കൊടുക്കണം. എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് അവിടെ അർത്ഥം? മോഡറേറ്റ് പ്രിഫറൻസ് ആണ്. അതുപോലെ എഫിന് പോസിറ്റീവ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 5 പേർക്ക് വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടുത്തെ ചോയ്സ് വരിക 5 ചോയ്സസ് ആണ് ടോട്ടലി വരിക. ഓക്കെ, അതിൽ പോസിറ്റീവാണ് മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ അത് മോസ്റ്റ് പ്രിഫേർഡ്, നെഗറ്റീവാണ് മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ലീസ്റ്റ് പ്രിഫേർഡും ആയിരിക്കും, ആണ് മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ അത് മോഡറേറ്റ് പ്രിഫറബിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ആ ടേബിൾ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ അതിലുള്ള കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് 6 പേരുള്ള ഒരു ഗ്രൂപ്പിലാണ് ഒരു ലീഡറിനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ ഒരാൾക്ക് 5 പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ ആയിരിക്കാം. ഓക്കെ, പോസിറ്റീവും നെഗറ്റീവും മോസ്റ്റ് പ്രിഫറൻസും അതുപോലെ തന്നെ ലീസ്റ്റ് പ്രിഫറൻസും ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് മോഡറേറ്റ് പ്രിഫറൻസ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെയും പ്രിഫറൻസ് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കുന്നൊരു ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിനെയാണ് നമ്മൾ സോഷ്യോമെട്രിക് മാട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ABCDEF ഇതെല്ലാം ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ട് ഓരോ റിലേഷൻഷിപ്സും, ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാണ്, നെഗറ്റീവ് ആണെങ്കിൽ അതൊരു ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാണ്, മോഡറേറ്റ് ഒരു സിംഗിൾ ലൈൻ വെച്ചിട്ടൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ റിലേഷൻഷിപ്പ് ഓരോരുത്തരും ആരെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിഫർ ചെയ്തത് എന്നുള്ളത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ്, വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് എന്തെന്ന് പറയുക? സോഷ്യോഗ്രാം എന്ന് പറയാം. അപ്പോൾ ഗ്രാഫാണെങ്കിൽ സോഷ്യോഗ്രാം, അത് ടേബുലാർ ഫോമിലാണെങ്കിൽ അതിനെ സോഷ്യോമെട്രിക് മാട്രിക്സ് നമ്മൾ പറയാം. ഓക്കെ, പിന്നെ അതിൽ പറയുന്നതാണ് സോഷ്യൽ നെറ്റ്വർക്ക്. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഓരോ ഇൻഡിവിജ്വലും തമ്മിലുള്ള ആ ഇൻട്രാക്ഷനെ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെയാണ് എന്തെന്ന് പറയുക? സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നതാണ് സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പം നമുക്കറിയാം, ഇപ്പം എക്ക് എല്ലാവരും പോസിറ്റീവാണ് മാർക്ക് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ആണ് അവിടെ മോസ്റ്റ് പ്രിഫറൻസ് ഉള്ള പേഴ്സൺ. ഓക്കെ, എല്ലാവരും പോസിറ്റീവ് മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്ക് 5 പോസിറ്റീവ്സ് ആയിരിക്കും ഇവിടെ കിട്ടുക. അപ്പം നമ്മൾ എനെ സ്റ്റാർ എന്ന് പറയും. ഓക്കെ, അതുപോലെ സിക്ക് വിചാരിക്കുക, സി എല്ലാവരും നെഗറ്റീവ് മാർക്ക് ചെയ്ത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 5 നെഗറ്റീവുള്ള സി ആണ് അവിടുത്തെ ലീസ്റ്റ് പ്രിഫറബിൾ പേഴ്സൺ. അപ്പോൾ സീന് നമ്മൾ എന്ത് പറയും? ഐസൊലേറ്റ്സ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഈ ഇതിലുള്ള ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ സ്റ്റാറ്റസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയാം. ഓക്കെ, പിന്നെ വരുന്നതാണ് ചോയ്സ്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എക്ക് 5, അപ്പോൾ ഇതിൽ മൊത്തമായിട്ട് 6 പേരുണ്ട്. അപ്പോൾ എക്ക് 5 പേർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എയുടെ ചോയ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എക്ക് അവിടെ എത്ര ചോയ്സ് ഉണ്ടായിരിക്കും? 5 ചോയ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇതിൽ പറയുക? സോഷ്യോമെട്രിയുടെ ചോയ്സ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ റിജക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ മോസ്റ്റ്ലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള പേഴ്സണെ, ആരും വോട്ട് ചെയ്യാത്ത പേഴ്സണെ, മോസ്റ്റ്ലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള പേഴ്സണെയാണ് അവിടെ റിജക്റ്റഡ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഐസൊലേറ്റ്. ഐസൊലേറ്റ് എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ലീസ്റ്റ് പ്രിഫറബിൾ പേഴ്സൺ. എല്ലാവരും നെഗറ്റീവ് മാർക്ക് ചെയ്ത്, അപ്പം എല്ലാവരും മാർക്ക് ചെയ്യാണ് സി ഒരു ലീഡർ ആവാൻ ക്യാപ്പബിൾ അല്ല, ലീസ്റ്റ് പ്രിഫറബിൾ ആണ്,
അങ്ങനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടിയിട്ടുള്ള പേഴ്സണെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അതിലുള്ള ഐസൊലേറ്റ് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വന്നിട്ടുള്ള ആളെ നമ്മൾ എന്ത് പറയും, സോഷ്യോമെട്രിക് സ്റ്റാർ എന്നും പറയും. ഓക്കെ, അടുത്തതാണ് ക്ലിക്സ് എന്ന് പറയുന്നത്. ഈ ക്ലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു റിലേഷനിൽ നിങ്ങൾ വിചാരിക്കുക, എ ബീനെ മാർക്ക് ചെയ്തു, ബി എഫിനെ മാർക്ക് ചെയ്തു, എഫ് വീണ്ടും എനെ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇവർ മൂന്നും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷനാണ് വിചാരിക്കുക. അങ്ങനെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, അതിന് ക്ലിക്സ് എന്ന് പറയും. ക്ലിക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്ലോസ്ഡ് നെറ്റ്വർക്ക് ആയിരിക്കും. ഓക്കെ, അതുപോലെ വേറൊരു ടേമും കൂടെ ഉണ്ട്, ചെയിൻ എന്ന് പറഞ്ഞിട്ട്. ചെയിൻ വരുന്ന സമയത്ത് എ ബീനെ മാർക്ക് ചെയ്യും, ബി സീനെ മാർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിന് ചെയിൻ എന്ന് പറയും. അങ്ങനെയില്ല, എ ബീനെ മാർക്ക് ചെയ്ത് ബി എഫിനെ വോട്ട് ചെയ്തു, എഫ് വീണ്ടും എക്കാണ് കൊടുക്കുന്നത് വെച്ചാൽ അതിനെ നമ്മൾ ക്ലിക്ക് എന്ന് പറയും, ക്ലിക്സ് എന്ന് പറയും. എ ബിയും ബി സിക്കും അങ്ങനെ ഒരു ചെയിനായിട്ടാണ് പോകുന്നത്, ലീനിയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മളതിന് ചെയിൻ എന്ന് പറയും. അപ്പോൾ ചെയിനും ക്ലിക്സും രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന വേറെ ഒരു ടേമാണ് മ്യൂച്വൽസ്. ഈ മ്യൂച്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് മാർക്ക് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മ്യൂച്വൽസ് എന്ന് പറയാം. മ്യൂച്വൽസ് ചിലപ്പം എ സിക്ക് ഒരു പോസിറ്റീവാണ് കൊടുത്തത് വിചാരിക്കാം, അതുപോലെ സി എക്കും പോസിറ്റീവാണ് കൊടുത്തത് വെച്ചാൽ അത് മ്യൂച്വൽ പോസിറ്റീവ് റിലേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ മ്യൂച്വൽ നെഗറ്റീവ് റിലേഷനും വരാറുണ്ട്. അപ്പം ഞാൻ ഒരാളെ നെഗറ്റീവ് ലീസ്റ്റ് പ്രിഫറബിൾ പേഴ്സണായിട്ട് വോട്ട് ചെയ്തു, അയാൾ എനിക്കും അതേപോലെ ലീസ്റ്റ് പ്രിഫറബിൾ പേഴ്സണായിട്ട് എന്നെയും കൺസിഡർ ചെയ്താൽ അത് നമ്മൾ എന്ത് പറയും, മ്യൂച്വൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയും. ഓക്കെ, പിന്നെ അതിൽ വരുന്നതാണ് സെൻട്രാലിറ്റി. സെൻട്രാലിറ്റി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു പേഴ്സണിന് മോസ്റ്റ്ലി ഒരു സെൻട്രൽ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുകയാണെങ്കിൽ, ഈ സോഷ്യോഗ്രാമിൽ അത് വരയ്ക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഡൻസി കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെൻട്രാലിറ്റി എന്ന് പറയുക. പിന്നെ സോഷ്യോമെട്രിക് സ്റ്റാർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും ടേംസാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോഷ്യോഗ്രാം, സോഷ്യൽ നെറ്റ്വർക്ക്, സോഷ്യോമെട്രിക് മാട്രിക്സ്, പിന്നെ സോഷ്യോമെട്രിക് സ്റ്റാർ, സോഷ്യോമെട്രിക് ഐസൊലേറ്റ്, ക്ലിക്സ്, മ്യൂച്വൽസ്, ചെയിൻസ്. ഇത്രയും ടേംസാണ് ഇതിൽ വരുന്നത്. ഇത് വൈവയ്ക്ക് മാത്രമായിരിക്കും യൂസ്ഫുൾ. നിങ്ങൾ എന്നാലും ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ.